ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്നറിയാമോ? ചോറ്റാനിക്കര ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്ത് പണ്ട് വലിയൊരു കൊടുങ്കാടായിരുന്നു. അവിടെ താമസിച്ചിരുന്നവരുടെ നേതാവായിരുന്നു കണ്ണപ്പൻ എന്നൊരു വേടൻ. അയാൾ ദുഷ്ടനായിരുന്നു. ഓരോ ദിവസവും ഓരോ പശുവിനെ മോഷ്ടിച്ച് അയാൾ ബലി കൊടുക്കുമായിരുന്നു. ഒരിക്കൽ നല്ലൊരു പശുക്കുട്ടിയെ കണ്ണപ്പന്റെ മകൾക്ക് ലഭിച്ചു. ആ പശുക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് അതിനെ വളർത്തി. ഒരു ദിവസം കണ്ണപ്പന് ഒരു പശുവിനെ പോലും കിട്ടിയില്ല. അയാൾ മകൾ വളർത്തുന്ന ആ പശുക്കുട്ടിയെ ബലി കൊടുക്കാൻ വേണ്ടി അഴിച്ചു കൊണ്ടുപോയി. അപ്പോൾ മകൾ ഓടിച്ചെന്ന് അതിനെ ഒന്നും ചെയ്യരുതെന്നും പശുക്കുട്ടിക്ക് പകരം തന്നെ ബലി കൊടുത്തോളെന്നും പറഞ്ഞു. ഈ ഒരു വാക്ക് കാരണം കണ്ണപ്പൻ ബലി കൊടുക്കുന്നത് നിർത്തി. എന്നാൽ ഒരിക്കൽ കണ്ണപ്പന്റെ മകൾ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. കണ്ണപ്പൻ അതീവ ദുഃഖിതനായി. മകൾ വളർത്തിയ പശുക്കുട്ടിയെ കണ്ണപ്പൻ മകളെപ്പോലെ സ്നേഹിച്ച് അതിനെ വളർത്തി. ഒരിക്കൽ കണ്ണപ്പൻ ഒരു സ്വപ്നം കണ്ടു. താൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ പശുക്കുട്ടി ഒരു കല്ലായി മാറിയിരിക്കുന്നു. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ കണ്ണപ്പൻ കണ്ടത് ആ പശുക്കുട്ടിയുടെ സ്ഥാനത്ത് വലിയൊരു കല്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ദിവ്യ സന്യാസി വന്നിട്ട് പറഞ്ഞു, മകൾ വളർത്തിക്കൊണ്ടിരുന്ന ആ പശുക്കുട്ടി മഹാലക്ഷ്മിയാണെന്നും അതുകൊണ്ട് ഇവിടെ ആരാധന നടത്തണമെന്നും പറഞ്ഞു. പിന്നീടുള്ള കാലം പൂജകൾ നടത്തിയൊക്കെ കണ്ണപ്പൻ നിന്നു. പിന്നീട് കണ്ണപ്പൻ്റെ മരണശേഷം ആ കല്ല് ആ കാട്ടിൽ പുല്ലുകൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പുല്ല് ചെത്താൻ വന്ന കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു. അതിൽ ഒരു സ്ത്രീ വന്നിട്ട് തൻ്റെ കയ്യിലെ അരിവാളിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് കല്ല് നോക്കി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു കല്ലിൽ ആ അരിവാൾ ഉരക്കുകയും ആ കല്ലിൽ നിന്ന് ഒരുപാട് രക്തം വരികയും ചെയ്തു. ഇത് കണ്ട് അവൾ ഭയന്ന് നിലവിളിച്ചോടി. എല്ലാവരും വന്നു. ഉടനെ തന്നെ ഏടാട്ട് നമ്പൂതിരിയെ വിളിച്ചു. വർഷങ്ങളോളം കണ്ണപ്പൻ പൂജിച്ചിരുന്ന കല്ലായിരുന്നെന്ന് മനസ്സിലായി. നമ്പൂതിരി ആ കല്ലിനെ ശുദ്ധീകരിക്കുകയും പിന്നീട് ആണ് അവിടെ മഹാക്ഷേത്രമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഉണ്ടായത്.